എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കേരളത്തിലെ പദവികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേരളത്തിലെ പദവികൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഗവർണറെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലവിൽ കേരളത്തിന്റെ ഗവർണർ. ഇദ്ദേഹം എത്രാമത്തെ ഗവർണറാണ്? 22ാമത്തെ ഗവർണറാണ്. അടുത്തതായിട്ട് മുഖ്യമന്ത്രി അറിയാം, പിണറായി വിജയനാണ്. പിണറായി വിജയൻ 23ാമത്തെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ 23ാമത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തിയാണ് നമ്മുടെ പിണറായി വിജയൻ. അപ്പൊ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് 23ാമത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? ചീഫ് സെക്രട്ടറി വി വേണുവാണ്. ചീഫ് സെക്രട്ടറി വി വേണുവാണ് ചീഫ് സെക്രട്ടറി. അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് നമ്മുടെ കുറച്ച് ലളിതകലാ അക്കാദമി അങ്ങനെയുള്ളവരെയാണ് പഠിക്കുന്നത്. ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. അപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിലെ പദവികളെ കുറിച്ചാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്, 22ാമത്തെ ആളാണ്. പിണറായി വിജയൻ 23ാമത്തെ മുഖ്യമന്ത്രിയാണ്, 12ാമത്തെ വ്യക്തിയാണ്. കുറെ പേര് വീണ്ടും വീണ്ടും ഒക്കെ ആയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി വി വേണുവാണ്. ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. ലളിതകല ലളിതമാണ്. അപ്പൊ മുരളി എന്ന സിനിമാ നടൻ വളരെ ലളിതമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ലളിത കലാ അക്കാദമി മുരളി ചീരോത്താണ്. ഇനി ഫോക്ലോർ. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണനാണ്. ഫോക്ലോർ എന്ന് പറയുമ്പോൾ നാടോടി നൃത്തമൊക്കെ അല്ലേ ഫോക്ക് ഡാൻസ് എന്നൊക്കെ പറയുന്നത്. കൊച്ചുകുട്ടികളല്ലേ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അപ്പൊ ഉണ്ണി കളിക്കുന്നതാണ് ഫോക്ക് ഡാൻസ് എന്നൊക്കെ ഓർക്കുക. അതിനകത്ത് കൃഷ്ണനായിട്ടൊക്കെ വേഷം കെട്ടിയൊക്കെ പലരും കളിക്കും. അപ്പൊ ഫോക്ക് ഡാൻസ് ഓർക്കുക. ഫോക്ക് OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ കയ്യിലാണെങ്കിൽ ഓടക്കുഴൽ കാണും. ഓടക്കുഴലിൽ നിന്ന് സോങ് ആണ് വരുന്നത്. ഓടക്കുഴൽ സോങ്. അപ്പൊ OS ഉണ്ണികൃഷ്ണൻ. ഫോക്ലോർ. അടുത്തത് നമ്മൾ സംഗീത നാടക അക്കാദമി ചെയർമാനെയാണ് കാണുന്നത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? സംഗീതമാണ് അല്ലെ. പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോർക്കണം? ഒരു കുട്ടി ചെണ്ട മാരാറ് കൊട്ടും ചെണ്ട ആ പാട്ടില്ലേ. അപ്പൊ മാരാറിനെ ഓർക്കണം. ഇദ്ദേഹത്തിന്റെ പേരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി മാരാർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അപ്പൊ കുട്ടിയുടെ സംഗീതമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അപ്പോ നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ ലളിതകലാ അക്കാദമി മുരളി ചീരോത്തിനെ പഠിച്ചു. ഫോക്ലോറിനെ OS ഉണ്ണികൃഷ്ണൻ കണ്ടു. സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻ കുട്ടി മാരാറും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് സംസ്ഥാനത്തെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? ഷാജി N കരുണ. ഷാജി N കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ചലച്ചിത്രം എന്ന് പറയുമ്പോൾ ഷാജി കൈലാസ് ഒക്കെ ഓർക്കാം. അപ്പൊ ഷാജി കൈലാസ്, ഷാജി N കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. എന്നാൽ ചലച്ചിത്ര അക്കാദമിയാണ്. ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അപ്പോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. രഞ്ജിത്ത് ബാലകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. ചലച്ചിത്രത്തിന്റെ അക്കാദമി വരുമ്പോൾ കുട്ടികളാണ് അക്കാദമിയിൽ പോയിരുന്ന് പഠിക്കുന്നത്. ബാലനാണ് രഞ്ജിത്താണ്.
അപ്പൊ രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ 2ാം ക്ലാസ് രാ എടുത്തു. അപ്പൊ 2ാം ക്ലാസ്സിൽ അക്കാദമി എന്ന് പറയുമ്പോൾ അക്കാദമി സിലബസ് അല്ലേ, ഇപ്പൊ സ്കൂളാണ്. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലൻ, അങ്ങനെ ഓർത്തു രഞ്ജിത്ത് ബാലകൃഷ്ണൻ. മറ്റേത് നമ്മൾ പറഞ്ഞത് വികസനമാണ്. വികസനം കണ്ടോ, വികസനം വേണ്ടത് ഏത് മേഖലയിലാണ്? കരുണ വേണം വികസനം നടത്തുമ്പോൾ. പാവപ്പെട്ടവർക്കൊക്കെയാണ് വികസനം കൊടുക്കേണ്ടത്. ഷാജി എൻ കരുണാണ്. അങ്ങനെ ഓർത്തു വെക്കുക, തിരിഞ്ഞു പോകും. ഇനി ഇതിന്റെ വൈസ് ചെയർമാൻ ആരായി? ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ. കോളേജിൽ അക്കാദമിയിലൊക്കെ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ അങ്ങനെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴാണ് പ്രേമം വരുന്നത്. പ്രേംകുമാർ. പ്രേംകുമാറാണ് വൈസ് ചെയർമാൻ. വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാറാണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി സതീദേവിയാണ്. എല്ലാവർക്കും അറിയാം, പി സതീദേവിയാണ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. വനിത എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? സത്യമുള്ള സ്ത്രീയാണ്. സ്ത്രീ അല്ലെ, വനിത എന്ന് വെച്ചാൽ സ്ത്രീ, സ്ത്രീയാണ് സതി. ദേവിയാണ് അല്ലെ, നമ്മുടെ വീട്ടിലെ ഭാര്യയൊക്കെ ആണെങ്കിൽ പൂമുഖവാതിക്കൽ നിൽക്കുന്ന ദേവി എന്നൊക്കെ പറഞ്ഞല്ലേ പറയുന്നത്. അപ്പൊ ദേവിയാണ്, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാം, ദേവിയാണ്, സ്ത്രീ ദേവി, പി സതി ദേവി. ഇനി സംശയം വരുന്നത് വനിതാ വികസന കോർപ്പറേഷൻ. വനിതാ വികസന കോർപ്പറേഷൻ, ഈ വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരാണ് എന്ന്, ഇത് വനിതാ കമ്മീഷൻ പി സതീദേവിയാണ്. അപ്പൊ വികസനമാണ്. വികസനം എന്ന് പറയുമ്പോൾ KC റോസക്കുട്ടിയാണ്. ആരാണ്? KC റോസക്കുട്ടിയാണ്. അപ്പൊ വികസനമാണ്. വികസനം വരുമ്പോൾ ആരാണ്? KC റോസക്കുട്ടിയാണ്. റോസപ്പൂ കൊണ്ട് കൊടുക്കുന്നു, ഒരു കുട്ടിയുടെ കയ്യിൽ റോസപ്പൂ കൊണ്ട് കൊടുക്കുന്നു. വികസനം, റോസപ്പൂ കൊണ്ട് കൊടുക്കുന്നു, റോസക്കുട്ടി, വികസനം. അപ്പൊ പലതും നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം. റോസാപ്പൂ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പൊ വികസിച്ചു, എന്ത് വികസിച്ചു? അപ്പൊ നിങ്ങൾ അങ്ങനെ കോഡുണ്ടാക്കി പഠിക്കുക. വനിതാ കമ്മീഷൻ കണ്ടു പി സതീദേവി, വനിതാ വികസനം KC റോസക്കുട്ടിയാണ്. ഓക്കെയാണ്, വികസനം റോസക്കുട്ടിയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മനുഷ്യാവകാശം, കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ഹോട്ട് ടോപ്പിക് ആണ്. ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. നിലവിൽ അലക്സാണ്ടർ തോമസ് ആണ്. ഇനി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എഴുതാൻ പോകുന്നവര് മുഹമ്മദ് മുഷ്താഖ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ആരെന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ മുഹമ്മദ് മുഷ്താഖിനെ എഴുതാം. ഇനി ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട് അല്ലെ, ആരാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് വെച്ചത്? നിതിൻ ജംദർനെ അല്ലേ വെച്ചത്? നിതിൻ ജംദർനെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് വെച്ചേക്കുന്നത്, നിതിൻ ജംദർനെയാണ്. അപ്പൊ അതും കൂടി ഓർക്കുക. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിതിൻ ജംദർനെ വെച്ചിട്ടുണ്ട്. നേരത്തെ ആരായിരുന്നു? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്, അത് മാറി, അത് ഓർക്കുക. ഇനി ആരാണ് വിവരാവകാശ കമ്മീഷണർ എന്ന സ്ഥിരം ചോദ്യമാണ്. വിവരാവകാശം ആരാണ്? വി ഹരി നായരാണ്. വി ഹരി നായർ. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യാവകാശം, ചീഫ് ജസ്റ്റിസ്, വിവരാവകാശം, ഇതെല്ലാം സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിക്കും. വൈസ് ചെയർമാൻ ആരാണ്? ഈ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ കേരളത്തിൻ്റെത് VK. ഇപ്പൊ ചോദിച്ചായിരുന്നു കഴിഞ്ഞ എക്സാമിന്. VK രാമചന്ദ്രനാണ്. ആരാണ്? VK രാമചന്ദ്രനാണ്. VK രാമചന്ദ്രനാണ്. ഇപ്പോ നമ്മുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എത്രാമത്തെ ആളാണ്? 39ാമത്തെ ആളാണ് നിതിൻ ജംദാർ 39ാമത്തെ ആളാണ്. വിവരാവകാശം വി ഹരിനായരാണ്. മനുഷ്യാവകാശം അലക്സാണ്ടർ തോമസ് ആണ്. വനിതാ വികസന കോർപ്പറേഷൻ KC റോസക്കുട്ടിയാണ്. വനിതാ കമ്മീഷൻ പി സതീദേവിയാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ, വൈസ് ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്ര വികസനം ഷാജി N കരുണാണ്. ഇനി ഈ സ്ഥിര ചോദ്യം നമ്മുടെ സിറിയക് ജോസഫിന് പകരം വന്ന ആള്, അതാണ് ലോകായുക്ത അല്ലെ. നമ്മുടെ നിലവിലെ ലോകായുക്ത ആര് എന്ന് ചോദിക്കും. നിലവിലെ ലോകായുക്ത N അനിൽകുമാറാണ്. ലോകായുക്ത N അനിൽകുമാറാണ്. അപ്പൊ N അനിൽകുമാർ നിലവിലെ ലോകായുക്തയെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിലവിലെ ലോകായുക്ത ആരാണ്? ഇനി നമുക്ക് അറിയേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാനാണ്. ഇതും സ്ഥിരം ചോദ്യമാണ്. A ഷാജഹാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആര്? ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ
ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എ റഷീദാണ്. എ റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ. ഇനി ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ബാലൻ KV മനോജ് കുമാറാണ്. KV മനോജ് കുമാർ. അപ്പൊ ബാലൻ എന്ന് പറയുമ്പോൾ ബാലൻ എന്നാകുന്നത് മനോഹരമായ ഒരു കാലഘട്ടമാണ് ബാല്യകാലം. അപ്പൊ ബാല്യത്തിന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കണം KV മനോജ് കുമാർ. ഇനി നമ്മളുടെ 11ാമത് ശമ്പള കമ്മീഷൻ അധ്യക്ഷനാര്? ശമ്പളം കിട്ടാൻ മോഹമുണ്ട്, നമുക്കെല്ലാം ശമ്പളം വാങ്ങിക്കാൻ നല്ല മോഹമുണ്ട്. കേരള PSCയുടെ തന്നെ ശമ്പളം വാങ്ങിക്കണം എന്നുണ്ട്, കേരളത്തിന്റെ ശമ്പളം വേണം എന്നുണ്ട്. K മോഹൻദാസ് ആണ് 11ാമത്തെ ശമ്പള കമ്മീഷൻ K മോഹൻദാസ് ആണ്. ഇനി ചോദിക്കുന്ന ചോദ്യം സ്പോർട്സിന്റെ ആണ്. സ്പോർട്സിന്റെ കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആര്? സ്പോർട്സ് അല്ലേ? യു ഷറഫ് അലിയാണ് സ്പോർട്സിന്റെ പ്രസിഡന്റ്. ഇനി നമ്മുടെ ചോദ്യം വരുന്നത്, അപ്പോൾ എ റഷീദിനെ നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പേര് വന്നു റഷീദ്. ബാലാവകാശം KV മനോജ് കുമാർ. ശമ്പളം വാങ്ങിക്കാൻ മോഹം, കേരളത്തിന്റെ ശമ്പളം വേണം K മോഹൻദാസ്. സ്പോർട്സ് കൗൺസിൽ യു ഷറഫ് അലി. അടുത്തത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്നാണ്. നമ്മളിപ്പോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പഠിച്ചു, A ഷാജഹാൻ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സഞ്ജയ് കൗളാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ്. പിന്നെ CK അബ്ദുൽ റഹീം ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ വരുന്നത് CK അബ്ദുൽ റഹീം ആണ്. അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ PACയുടെ ചെയർമാൻ സണ്ണിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സണ്ണി ജോസഫ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. നമ്മളുടെ ആദ്യത്തെ നിയമ ഓഫീസറാണ് കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ്. പിന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് PSC ചെയർമാൻ ആര്? PSCയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് നിലവിൽ PSCയുടെ ചെയർമാൻ. MR ബൈജു. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പോലീസ് മേധാവി ആരാണ്? സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി സ്ഥിരം ചോദ്യമാണ്. അത് ഷെയ്ഖാണ്. ദർവേഷ് സാഹിബാണ്. ഇപ്പോൾ പോലീസിന്റെ കൈ കിട്ടിയ നമ്മളെ ഷേക്ക് അടിച്ച് കളയും അല്ലെ, നമ്മളെ ചമ്മന്തിപ്പുരവാക്കും, ഷേക്ക് അടിച്ച് കളയും എന്നൊക്കെ ഓർക്കുക. ഒരു ദയം കാണത്തില്ല. ദർവേഷ്. അപ്പൊ ഷേഖ് ദർവേഷ് സാഹിബാണ് പോലീസ് മേധാവി. PSC ചെയർമാൻ MR ബൈജു ആണ്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സംസ്ഥാനത്തിന്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് SM വിജയാനന്ദാണ് സംസ്ഥാനത്തിന്റെ 6ാമത്തെ ധനകാര്യ കമ്മീഷൻ. ആരാണ്? SM വിജയാനന്ദാണ്. ഇതിനു മുമ്പ് ശമ്പള കമ്മീഷനെയാണ് നമ്മൾ പഠിച്ചത്. മോഹനം അല്ലെ, നമുക്ക് ശമ്പളം വാങ്ങിക്കാൻ മോഹം. ഇത് ധനം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ധനമുള്ള ആളാണ്, പണക്കാരനായി. അപ്പൊ ധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായി? വിജയമായി, നമുക്ക് ഫുൾ ആനന്ദമാണ് അല്ലെ. ആനന്ദമാനി ധനമുള്ള ആളാണ്. അപ്പൊ വിജയമാണ് ആനന്ദ്. അപ്പൊ വിജയാനന്ദാണ് 6ാമത്തെ ആളാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് ഓർക്കുക. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സാംസ്കാരിക നിധിയുണ്ട്, മധുപാൽ. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മറന്നുപോയി, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? സാഹിത്യം പറയുന്നത് K സച്ചിദാനന്ദനാണ്.
സച്ചിദാനന്ദൻ. സാഹിത്യം പറയുന്നത് സച്ചിദാനന്ദൻ. സച്ചിന്റെ കഥ വായിച്ചു എന്നൊക്കെ ഓർത്തു വെച്ചാൽ മതി. ഇനി കൊച്ചി മെട്രോ. കൊച്ചി മെട്രോന്റെ MD ആരാണ്? ലോകനാഥ് ബെഹ്റയാണ്. ലോകനാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോന്റെ MD. ലോകനാഥ് ബെഹ്റയാണ്. അപ്പൊ ഇത്രയാണ് കേരളത്തിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോഡ് രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്ത് പറയാനുള്ള ഒരു ടൈം കിട്ടിയില്ല. ടൈപ്പ് ചെയ്ത് പറയണം എന്ന് പറഞ്ഞാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷെ എക്സാം ഒക്കെ കുറെ പേർക്ക് അടുത്തത് കൊണ്ടാണ്. അടുത്ത എക്സാമുകാർക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.